തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കുറച്ചു മാസങ്ങളെ ആയിട്ടുള്ളൂ. വലിയ വലിയ വാഗ്ദാനങ്ങളുമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിലേറിയ ബി.ജെ.പിയെ കുറിച്ചും അതുപോലെ തന്നെ മേയർ വി രാജേഷിനെ കുറിച്ചും ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിച്ചറിയാം. കോർപ്പറേഷൻ മേയർ വി രാജേഷിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? പറയാറായിട്ടില്ല. പക്ഷെ ആള് കുറെ നല്ല ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ പഴയതൊന്നും ഡിഫറൻസ് ഇല്ലല്ലോ. തുടക്കം കുറിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഓക്കെ, അഭിപ്രായം പറയാറായിട്ടില്ല എങ്കിലും ആള് കുറെ പോസിറ്റീവ് ഇനിഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ട്. പക്ഷെ കുറെ കൂടെ നല്ല ഇത് ചെയ്യാന്നുള്ളതാണ് ഡെവലപ്മെന്റ് ആംഗിളിൽ നോക്കുമ്പോൾ. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷ് ഇല്ലേ, ആളെ കുറിച്ചുള്ള അഭിപ്രായം? പുള്ളിയുടെ ഒരു ആക്ടിവിറ്റി പുള്ളിയാണ്. കുറച്ച് ഇറങ്ങി ജോലി ചെയ്യണമെന്ന് പറഞ്ഞ് വിചാരിക്കുന്നുണ്ട്. അതിന് ഇപ്പോൾ കയറിയതല്ലേ ഉള്ളൂ. ഓരോന്നും നോക്കിക്കൊണ്ടിരിക്കണം, ഇറങ്ങി ചെയ്യുന്നു വിശ്വാസമുണ്ട്. പുള്ളിക്ക് ചെയ്യുന്നു, ഞങ്ങൾക്ക് തൃപ്തിയുണ്ട്. പുതിയ വികസനം എന്തെങ്കിലും കൊണ്ടുവന്നു? ഈ വികസനം ഇപ്പം കയറിയതേ ഉള്ളൂ, ഒരു മാസം പോലും ആയില്ല. അതുകൊണ്ട് സമയം കിടക്കുകയാണ്. മോഡിജി ഒന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല വികസനമൊക്കെ വരുമെന്ന് പറഞ്ഞിട്ട്. രാജശേഖരനെ സംബന്ധിച്ചാലും രാജശേഖരൻ ഒന്ന് ഇറങ്ങി ജോലി ചെയ്യാനുള്ള നല്ല താല്പര്യമുള്ള ഒരു മനുഷ്യനാണ്. കിട്ടിയ ചെറുചെറി ചെയ്യും. അതിൻ്റെ ഒരു കയറി ഒരു മാസമേ ഉള്ളൂ. കുറച്ച് ഓരോന്ന് പഠിച്ച്, പുതിയ ആളല്ലേ, പഠിച്ച് വരികയാണ്. പഠിച്ച് കഴിഞ്ഞ ശേഷം നല്ല രീതിയിൽ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. വികസനങ്ങൾ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? ഞാൻ ഇവിടെ കോർപ്പറേഷൻ ഏരിയയിലല്ല താമസിക്കുന്നത്. പക്ഷെ അറിവ് വെച്ചിട്ട് അതിന്റെ വ്യത്യാസമുണ്ട്. അയാള് പറയുന്ന കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്നുണ്ട്. കാരണം ഞാൻ പഞ്ചായത്താണ്, മലയങ്കിഴി പഞ്ചായത്താണ്. പുതിയ വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം നല്ല അഭിപ്രായമാണ് പുള്ളിയെ പറ്റി. കാരണം അറിഞ്ഞിടത്തോളം കഴിവുള്ള ആളാണ്. നല്ല അഭിപ്രായം എന്താണ്? നല്ല അഭിപ്രായം, വളരെ നല്ലൊരാളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. വളരെ നല്ല അഭിപ്രായം. പുതിയ വികസനങ്ങളൊക്കെ കൊണ്ടുവരാൻ നല്ലതാണ്. പ്രത്യേകിച്ച് ആറ്റുകൾ പൊങ്കാലയുടെ സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. അതിൽ എതിർക്കാൻ പലരും കാണുമെങ്കിലും നല്ല അംഗീകരിക്കുന്ന കുറേ പേരുണ്ട്. ഓക്കെ, ശരി. രാജേഷ് അയാളുടെ ലൈഫ് ഹിസ്റ്ററി വളരെ ഡീസന്റ് ആയ ഒരാളാണ്. ഇപ്പൊ എന്തെങ്കിലും ഫാൾട്ടുകൾ ഉണ്ടെങ്കിലും അയാൾ അത് മാനേജ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകും എന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. തീർച്ചയായിട്ടും പുതിയ വികസനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. വികസനങ്ങളൊക്കെ കൊണ്ടുവരും. അതിന് ദിവസം 41 ദിവസം ആയിട്ടേ ഉള്ളൂ. അതിനു മുമ്പ് കാര്യങ്ങളൊക്കെ അങ്ങ് മെച്ചപ്പെടുവോ? അപ്പൊ ഇപ്പൊ തന്നെ അയാളെ കുറ്റപ്പെടുത്താനും ആക്ഷേപിക്കാനും കച്ചവിട്ടി നിൽക്കുകയല്ലേ ആളുകൾ. അവിടെ ക്ലീൻ ചെയ്ത് ശരിയായില്ല, ഇവിടെ കുറുകെ പെയ്തോ നൂന്നു പോയില്ല എന്നിങ്ങനെ കംപ്ലൈന്റ് ചെയ്യാൻ തുടങ്ങിയ അത് മനഃപൂർവ്വം പറയുന്നത് അല്ല, അതിൽ യാതൊരു യാഥാർത്ഥ്യവും ഇല്ല. നല്ല രീതിയിൽ ഇവിടെ ഒരു മാറ്റം ഉണ്ടാവും, എങ്ങനെ വിശ്വസിക്കണമാണ് ഞാൻ. വി രാജേഷിനെ കുറിച്ചുള്ള അഭിപ്രായം? നല്ല മനുഷ്യനാണ്, നല്ല ഭരണം നല്ലത്. പുതിയ വികസനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമോ? കൊണ്ടുവരും. പൊങ്കാലയ്ക്കൊക്കെ നല്ല സഹകരണമായിരുന്നു, നല്ല കോപ്പറേഷൻ ആയിരുന്നു. കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? മേയർ വി രാജേഷിനെ രാജേഷ് ഒന്നും ചെയ്യാനില്ല, എല്ലാം ഇവിടെ ചെയ്ത് കഴിയും. ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. രാജേഷ് കയറി ചുമ്മാ ഇരിക്കണം അവിടെ. അല്ല വേറെ ഒന്നും ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു കാര്യവും ഇതുവരെ ചെയ്തിട്ടില്ല. ഇതുവരെ കയറിയതല്ലേ ഉള്ളൂ എന്ന് പറയണം. കയറിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇതുവരെ ചെയ്തതായിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണിച്ചത് നമുക്കറിയാം. ഒരു കാര്യം ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കുറച്ച് മാസമല്ലേ ആയിട്ടുള്ളൂ. അപ്പം ഇതിനുള്ളിൽ ഒരു വികസനവും ചെയ്തിട്ടില്ലെന്ന്. ഇപ്പൊ അവരിപ്പോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളവിടെ ഞാൻ ഇപ്പൊ ഓട്ടോറിക്ഷയാണ് ഓടണം. ഞാൻ നേരെ മാരാർജി ഭവനിലോട്ട് ഓട്ടം പോയി. അവിടെ ഇന്ന് ഉച്ചയ്ക്ക് ഓട്ടം ചെന്നപ്പോൾ ഇയാൾ അവിടെ. ഇവർക്ക് ഇപ്പൊ ഇതാണ് വിഷയം. കാരണം അവർ അടുത്ത മാസം ഇലക്ഷന്റെ കാര്യത്തിൽ കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതെ ഇവർ ഇവിടെ ഒന്നും ചെയ്യില്ല. ഇവിടെ ഇതിന് ഒരു കാര്യം ചെയ്യാറില്ല. വേറെ നിലയ്ക്ക് ഒരു കാര്യം. ഞാൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞു പോയപ്പോൾ ഒരു കാര്യം നടന്നില്ല. എനിക്ക് എൻ്റെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് വിഷയമായിട്ട് ഒരു കൊച്ചിൻ്റെ ഞാൻ അവിടെ ചെന്നപ്പോൾ അത് നടക്കില്ല. അത് അവരെന്തിനാ പറയണം? എന്താ ഞാൻ പറഞ്ഞു, ഇതിനു മുമ്പ് ആരെയൊക്കെ ഇരുന്നപ്പോൾ നമ്മൾ ഒന്ന് സംസാരിച്ചപ്പോൾ ഒരു ഓക്കെ പറഞ്ഞു, തരാതൊക്കെ പറഞ്ഞാണ്. അവർ മാറിപ്പോയി. അതൊന്നുമില്ല, നിങ്ങൾ അക്ഷയ വഴി ഒന്നുകൂടെ ചെയ്യാൻ പറ്റും. നമ്മൾ ഒരിക്കൽ കൂടെ ചെയ്താൽ തരുമോ? ഒരിക്കൽ കൂടെ ചെയ്യണം, നമ്മൾ നോക്കിയിട്ട് തീരുമാനിക്കും. എന്നിട്ട് അവിടെ ഇരിക്കുന്ന ആൾക്കാർ എന്തൊക്കെ പറയണം, എന്തൊക്കെ കൊണ്ടുവരാം. ഞാൻ പറഞ്ഞ അവരൊന്നുമില്ല. നമ്മൾ ഡോക്ടർ സർട്ടിഫിക്കറ്റിന് ഡോക്ടർ എഴുതിയ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഡോക്ടർ തക്കാട് ഹോസ്പിറ്റലിൽ നിന്ന് അയാൾ ചെയ്ത് വിട്ടതാണ്. ഒരിക്കൽ കൂടെ ചെന്ന് വാങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എവിടെ പോയി വാങ്ങിച്ചാൽ? ഡോക്ടറെ മരിച്ചുപോയി, നീ എവിടെ ചെന്ന് വാങ്ങിച്ചേ? ശരി, എന്തായാലും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി. ഇതൊക്കെയാണ് സംഭവം. സീരിയസ് ആയിട്ട് പറഞ്ഞു. അവിടെ ഒന്നും നടക്കുന്നില്ല, ചുമ്മാ ഈ കോർപ്പറേഷൻ ഇതൊക്കെ തന്നെ. ഇവിടെ വെളിയിൽ പറയും ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. കോർപ്പറേഷൻ സംബന്ധിച്ചുള്ള പണ്ട് ഇപ്പോഴും എപ്പോഴും നമുക്ക് ഒരു പരിചയമില്ല, ഒരു കാര്യം ഇല്ലെങ്കിൽ അവിടെ ഒരു കാര്യം നടക്കില്ല. ഇവിടെ ചെന്ന് കയറി കൊടുത്താൽ അവർ പറയും. വൈകുന്നേരം 4:30 ആകുമ്പോൾ നമുക്ക് കാണാം ഓഫീസിൽ ഇറങ്ങി മണിക്കളിക്കില്ല. നമ്മൾ ആട്ടേ കയറിയാണ് പോകണം. 5 മണിക്ക് ഇറങ്ങാവും എന്നൊക്കെയാണ് പറയണത്. 4:30 മണിക്ക് ഇറങ്ങി 4:15 4:30 ഇറങ്ങിപ്പോവും. ഇറങ്ങി ഓടിപ്പോയി ട്രെയിനിൻ്റെ സമയമായിരുന്നു, ട്രെയിനിൽ കയറി. നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നടക്കിട്ട് പോകണം, അവരെ പോട്ട്. വി രാജേഷിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? കുഴപ്പമില്ല, നല്ല അഭിപ്രായമാണ്. അതെ. പുതിയ വികസനങ്ങൾ കൊണ്ടുവരുന്ന
കാര്യങ്ങൾ ചെയ്ത് വരട്ടെ, അപ്പോഴറിയാം. ഇപ്പൊ അധികം നാളായിട്ടില്ലല്ലോ അവര് കയറിയിട്ട്. അവര് വരുമ്പോൾ ചെയ്യാന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ചെയ്ത് വരട്ടെ, അപ്പോൾ അറിയാം എങ്ങനെയാണെന്നുള്ളതല്ല. നമുക്ക് ചൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടല്ലോ, അപ്പോഴത്തേക്ക് അറിയാൻ പറ്റും. ഇപ്പൊ തെരുവ് നായരയിൽ അവര് കുറച്ച് മെഷേഴ്സ് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്രകടമായിട്ടുള്ള മാറ്റമൊന്നും വന്ന് കണ്ടിട്ടില്ല. ഓക്കെ. പൊങ്കാല സമയത്തോ പൊങ്കാല ലേഡീസിന്റെ ആയിരുന്നു. ക്ലീനിങ്ങും കാര്യങ്ങളിലും ഒക്കെ നല്ലതായിരുന്നു എന്ന് കേട്ടു. ഓക്കെ, താങ്ക് യു. അഭിപ്രായം എന്താണ്? അപ്പുറം പയറായിട്ടില്ലല്ലേ, എന്നാലും പുതിയ വികസനങ്ങളൊക്കെ കൊണ്ടുവരും. നല്ല കാഴ്ചപ്പാടോടെ പോകുന്ന ഒരു പ്രതീക്ഷയുണ്ട്. നന്നായി വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെല്ലാം നിൽക്കുന്നത്. പുതിയ മേയർ വലിയൊരു തുടക്കം കുറിക്കുന്നു തോന്നുന്നു. നല്ലൊരു തുടക്കം കുറിക്കുമെന്നാണ് പ്രതീക്ഷ. പൊങ്കാല സമയങ്ങളിലൊക്കെ നല്ല ആക്റ്റീവായിട്ട് നിന്നു. അന്ന് ട്രാഫിക് ബ്ലോക്ക് വളരെ കുറവായിരുന്നു. വ്യക്തിപരമായിട്ട് ഞാൻ അത് അനുഭവിച്ച ഒരു സംഭവമാണ്. അപ്പൊ അതിലെല്ലാം എനിക്ക് ശുഭപ്രതീക്ഷയാണ് കക്ഷിയെ കുറിച്ചുള്ളത്. രാജേഷിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? പുതിയ വികസനങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിലും അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ ചെയ്യാം. ദേ ഹാവ് ടു പുട്ട് ദെയർ മൈൻഡ് ഇൻ ടു ഇറ്റ്. അതാണ് എനിക്ക് തോന്നുന്നത്. അത് വി രാജേഷ് സാറാണോ വേറെ ആരെങ്കിലും ആണോ എന്നുള്ളതല്ല. അവർക്ക് ആ കാഴ്ചപ്പാടും നഗരം എങ്ങനെ വികസിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണയുണ്ടാവണം. തിരുവനന്തപുരത്ത് BJPയുടെ വികസന പദ്ധതികളിലേക്ക് എത്താൻ ഇനിയും ബഹുദൂരം മുന്നോട്ടു പോകേണ്ടതുണ്ട്. തിരുവനന്തപുരം മേയർ VV രാജേഷിനെ കുറിച്ച് പൊതുവെ ജനങ്ങൾക്കിടയിൽ നല്ല അഭിപ്രായമാണുള്ളത്. VV രാജേഷിന് പുതിയ വികസനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം. 140 ന്യൂസിനു വേണ്ടി ക്യാമറമാൻ വിനീതിനൊപ്പം അനഘ, ട്രിവാൻഡ്രം.